നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു പടത്തിന്റെ ഒരു വീഡിയോ സോങ് ഇറങ്ങിയിട്ടുണ്ട്. ഏതായിരുന്നു ആ പടം? എന്താണ് ഇങ്ങനെയൊക്കെ മലയാളത്തിലെ ഏറ്റവും എല്ലാവർക്കും ഒരു ഫേവറേറ്റ് നടന്റെ പക്ഷെ നടന്റെ കാര്യം എടുത്ത് പറയണമെങ്കിൽ ആ മൂവിനെ പറ്റി പറയുന്നതായിരിക്കും. അല്ല, മൂവിനെ പറ്റി പറയാൻ ഞാൻ ആലോചിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിലെ കുറെ യൂട്യൂബുകാര് ഇയാളെ ഈ ഇദ്ദേഹത്തിനെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് ഉപയോഗിച്ചിട്ട് ഒരാളുടെ, പക്ഷെ എന്നാ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ആളുടെ ഒരു ക്യാരക്ടർ, ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ നമുക്ക് എല്ലാവർക്കും. അല്ല, എനിക്ക് ആളുടെ ക്യാരക്ടർ തന്നെ പറയാൻ വന്നേ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആളുടെ എക്സാമ്പിൾ പറയാം, ആളിങ്ങനെ മറ്റേ സ്റ്റേജ് പരിപാടിക്ക് പോയിട്ട് ഫോൺ കറക്കി എറിഞ്ഞു പിടിക്കുക. 10 വീഡിയോ കറക്കാൻ നേരത്ത് ശരിയാവും. അത് പിന്നെ ഭയങ്കര വൈറലാവും. അപ്പൊ അപ്പുറത്തേക്കൊന്നും നടി കൊള്ളാം. എനിവേ, അങ്ങനെയൊക്കെ റിയൽ ലൈഫിൽ എങ്ങനെയാണെങ്കിലും പടത്തിന്റെ കാര്യത്തില് ഡാക്കു മഹാരാജ് പടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കിട്ടില്ല പടം കിട്ടില്ല പടം. അതുപോലെ മ്യൂസിക് അതായത് പടത്തിന് ഫസ്റ്റ് തൊട്ട് അവസാനിക്കുന്ന വരെ മ്യൂസിക്കാണ് താങ്ങിക്കൊണ്ടും പോണത്. പൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരു ഹൈ രാജാവ് അല്ലെങ്കിൽ ഹൈ ലെവലിൽ നിൽക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരു രോമാഞ്ചം കിട്ടുന്ന പോലത്തെ ഒരു കിട്ടില്ല മ്യൂസിക്. അതിന്റെ പാട്ടാണ്. എന്തായാലും അതിന്റെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം. ഇത് സിനിമയില് സീന് കാണുന്ന ഓർമ്മ. ഷെവി എന്ന് പറഞ്ഞാണ്ടല്ല, ചുമ്മാ ഷെവി ആയിരുന്നു. ശരിക്കും ജംഗിൾ ഫൈറ്റ് നമ്മുടെ എമ്പുരാൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു സിനിമയില്. ഈ ഫൈറ്റ് സൂപ്പർ. ജംഗിൾ ഫൈറ്റ് ഹെവി സാധനമായിരുന്നു അത്. മോനെ ഇതാണ് കേക്ക്. എനിക്ക് സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിമായിരുന്നു തല കെട്ടിയിട്ട്. അതായത് പുള്ളി ആ ക്യാരക്ടറിലേക്ക് കയറി വരുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം വരുമ്പോ ഇതിന്റെ ക്യാമറമാൻ എടുത്തു വെച്ചാണ് ഷൂട്ട് ഉണ്ട്. അതായത് ടോപ്പ് ആംഗിളിൽ നിന്ന് ഇങ്ങനെ നോക്കാൻ നേരത്ത്, അതായത് ഇവിടുന്ന് നോക്കാൻ നേരത്ത് പുള്ളിയുടെ ബോഡി ഒന്നുമില്ല, ആ സ്റ്റാച്ചുവിന്റെ കറക്റ്റ് കഴുത്തിന്റെ അവിടെ ഷോട്ട്. ആ പടം ആദ്യം കണ്ട് നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഈ സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നിരുന്ന് എന്തായാലും സാധനം നമ്മൾ തുടക്കം ചെറിയൊരു സീൻ കണ്ടുപിടിക്കാൻ തന്നെ പടം ഫുള്ള് കണ്ടു. അതുപോലെ അടിപൊളി ഫൈറ്റ്, മ്യൂസിക്, അതിങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്ന സാധനം.
ഒരു രക്ഷയില്ല. സൂപ്പർ. കുറിച്ച് എന്താ പറയണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതായത് ഒരു കിടിലൻ സാധനത്തിന്റെ മുകളിൽ വേറൊരു കിടിലെന്ന് എന്താ പറയാനുള്ളത്. എനിക്കൊരു പേഴ്സണൽ ആഗ്രഹം പറയുകയാണെങ്കിൽ ഈ ഒരു റോള് പവൻ കല്യാണാണ് ചെയ്തിരുന്നെങ്കിൽ പവർ സ്റ്റാർ ആണെങ്കിൽ ചെയ്തത്. പവർ സ്റ്റാർ ആണെങ്കിൽ സാധനം തെലുങ്ക് ഇൻഡസ്ട്രിയുടെ മറ്റൊരു 1000 crores അങ്ങനെ പറയാം. അത്ര പക്ഷെ അതുപോലത്തെ ഒരു പടം. പക്ഷെ ബാലയ്യ ചെയ്തിട്ട് മോശമൊന്നുമല്ല. ബാലയ്യ കിടിലനായിട്ട് ഷോട്ടുണ്ട്. പുള്ളി ഇങ്ങനെ നൈസായിട്ട് കടന്നുറങ്ങിയിരിക്കുക. അപ്പൊ പെട്ടെന്ന് കണ്ണുറങ്ങുമ്പോ മുഖം കാണുമ്പോ ഭയങ്കര പാവം പോലെ കണ്ണുറക്കുമ്പോഴില്ല കോൺസെൻട്രേഷൻ പുള്ളി ശ്രദ്ധിക്കുന്ന സാധനം കാട്ടുന്നത്. അങ്ങനത്തെ പുള്ളി കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു രക്ഷയിലാട്ടോ. പാട്ട് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പാട്ട് ഇഷ്ടമെങ്കിലും അതിന്റെ ബീജം എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും കാണാം. കാണുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഓക്കെ ബൈ.